സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി. സോ ഈ ഒരു സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പല പ്ലേയേഴ്സിനും അറിയില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ സെൻസിറ്റിവിറ്റി കീപ്പ് ചെയ്തിരിക്കുന്നത് ഒരു 100%. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ പല പ്ലേയേഴ്സും ഇതിൻ്റെ ഒരു തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 100% ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടറിന് ഫ്ലാഷിൻ്റെ അത്ര സ്പീഡ് കിട്ടും, അതായത് വേഗത്തിൽ ഓടാം എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു സംഭവം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അത് മാറ്റുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അധികം പറഞ്ഞ് ലാഗടിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പല പ്ലേയേഴ്സിനും അറിയില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ സെൻസിറ്റിവിറ്റി 100%-ലായിരിക്കും പൊതുവെ വെച്ചിട്ടുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ 50%-ആയിരിക്കും. അതായത് ആ ഒരു BGM ഒരു അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുമ്പോൾ 50%-ലാണ് നമുക്ക് കിട്ടാറ്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സെൻസിറ്റിവിറ്റി കൊണ്ട് നമുക്ക് എന്താണ് ഗുണം, ഇത് ക്യാരക്ടറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അതിനായിട്ട് ഇവിടെ എൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ സൈസ് ഞാനൊന്ന് വലുതാക്കി കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് കാണാൻ പറ്റും ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. സോ എന്നിട്ട് നമ്മുടെ സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി ഞാൻ 0 ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കണേ കാണാം, അതായത് ഞാൻ എത്രത്തോളം മുമ്പോട്ട് പോയാലും ആ സ്പ്രിൻറ്റ് ഇതിനകത്ത് വന്ന് ലോക്ക് ആവുന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം, അതായത് ലോക്ക് ആവണമെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഫിംഗർ മേളിലോട്ടാക്കണം. അപ്പോൾ അതേസമയം ഞാനാണെങ്കിൽ ഒരു 100 സെൻസിറ്റിവിറ്റിയിൽ വെക്കുകയാണെങ്കിൽ, അതായത് ഒറ്റ സ്വൈപ്പിന് തന്നെ സാധനം സ്പ്രിൻറ്റ് ലോക്ക് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കും, കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്വൈപ്പിൽ സാധനം സ്പ്രിൻറ്റ് ലോക്ക് ആവും. ഇപ്പോൾ ഞാനാണെങ്കിൽ 2 കമ്പാരിസൺ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി നന്നായിട്ട് മനസ്സിലാവും. അതായത് 0% വെക്കുമ്പം അത് സ്പ്രിൻറ്റ് ആവാത്തത് 100% വെക്കുമ്പോൾ നമുക്ക് സ്പ്രിൻ്റായിട്ട് കിട്ടും. സോ അതുകൊണ്ടാണ് ആ ഒരു സെൻസിറ്റിവിറ്റി ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റാണ് ഇവിടെ ഡിസൈഡ് ആവുന്നത്. അതായത് ആ ഒരു സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടറിനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നല്ല രീതിക്ക് തന്നെ ഞാൻ ജോയ്സ്റ്റിക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ആക്കുന്നുണ്ട്, പക്ഷേ അത് ക്യാരക്ടർ മൂവ് ആവുന്നില്ല. അതാണ് ഇവിടെ ഒരു ബേസിക്കായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോയ്സ്റ്റിക്ക് എൻ്റെ സൈസ്, അതായത് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു 67% 67 to 75% ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ്. സോ ആ ഒരു ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ എൻ്റെ ജോയ്സ്റ്റിക്കും എൻ്റെ ഒരു ഗെയിം പ്ലേ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ടൊരു ഡെമോ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ യൂസേജ്, അതായത് ഇത് ഏത് സമയത്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പം ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 40 to 55 ആ ഒരു റേഞ്ചിൽ ഞാൻ ഇപ്പോൾ ഒന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് എടുക്കണം. അതായത് ഞാനിപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഒരു കവറിലാണ്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ബോർഡിൻ്റെ കവർ എടുത്ത് നിൽക്കുകയാണ്. സോ ആ ഒരു സമയത്ത് നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് ഇതിനെ നന്നായിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരാൾ പീക്ക് ചെയ്ത് അടിക്കാനാണെങ്കിൽ, പീക്ക് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് റഷ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ബോർഡിൽ നിന്നും നല്ല രീതിക്ക് തന്നെ പുറത്തിറങ്ങി അടിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. ബട്ട് അതിൻ്റെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ എനിമി ആ ഒരു സൈഡിൽ നിന്ന് നമ്മളെ അടിക്കാൻ നിന്ന സമയത്താണ് നമ്മുടെ ബോഡി പുറത്ത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നോക്കാവും. സോ ആ ഒരു സംഭവം എനിമിക്കൊരു അഡ്വാൻറ്റേജും നമുക്കൊരു ഡിസഡ്വാൻറ്റേജും ആണ്. ഇവിടെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പോലും നമ്മുടെ ക്യാരക്ടറിനെ കവറിൽ നിന്നും മാറ്റി, അതായത് ഓപ്പണിലേക്ക് നമ്മുടെ ക്യാരക്ടറിനെ വലിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സെൻസിറ്റിവിറ്റി 0% ആണ്. 0% ആക്കിയിട്ട് ഞാനാണെങ്കിൽ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു കവറിനകത്ത് ഞാൻ ജോയ്സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ എൻ്റെ ക്യാരക്ടർ അതിനകത്ത് നിന്ന് അനങ്ങുകയാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ക്യാരക്ടർ കവർ വിട്ട് പുറത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എനിമി അടിക്കും. ഞാൻ എനിമി അടിക്കാനായിട്ട് നോക്കുമ്പോൾ ആ അടിയെല്ലാം ആ ഒരു കവറിൽ ടച്ചാകും. അതായത് പുറത്തോട്ട് നമ്മുടെ ക്യാരക്ടറിനെ പുള്ള് ചെയ്യുന്നില്ല. ബട്ട് ഇതേ കേസ് തന്നെ നമ്മളൊരു 100% ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം, ഞാനൊന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് വരെ എന്നെ ആ കവറിൽ നിന്ന് പുറത്ത് വലിച്ച്
ഓപ്പണിലേക്ക് ഇടും. സോ അത് നല്ല രീതിയിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേസിനെ. അതായത് അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പലപ്പോഴും അറിയാത്ത സെൻസിറ്റിവിറ്റി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗെയിം പ്ലേസിനെ അത് നല്ല രീതിക്ക് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇതായിട്ടുള്ളൊരു കാലിബർ ഉള്ളൊരു ഗെയിം പ്ലേ നിങ്ങൾക്ക് കിട്ടില്ല. സോ അത് ഇവിടെ മെയിനായിട്ട് അഫക്റ്റ് ആകും. സോ എൻ്റെ ഒരു ഡിവൈസിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 65 to 75 ആ ഒരു റേഞ്ചിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഡിവൈസിൻ്റെ സ്പെക്ക് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെയൊക്കെ ഒരു ഡിവൈസിൻ്റെ സ്പെക്ക്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഡിവൈസിൻ്റെ സ്പെക്ക് കണ്ടുപിടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു iPhone 11 യൂസർ തന്നെ വേറൊരു iPhone 11 യൂസറിൻ്റെ സെൻസിറ്റിവിറ്റി തന്നെ യൂസ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഗെയിമിംഗ് സ്റ്റൈലും ഗെയിമിംഗ് സ്റ്റൈലും ഒരു ഗെയിമിംഗ് ടെക്നിക്കും വ്യത്യാസമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു iPhone 11 യൂസറിൻ്റേതായിരിക്കത്തില്ല നമ്മുടെ ഒരു ഗെയിമിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഗെയിമിംഗ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുക. അത് ഈ ഒരു സെൻസിറ്റിവിറ്റി എന്നല്ല, നമ്മുടെ എല്ലാ ഒരു സെൻസിറ്റിവിറ്റിയിലും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു സെൻസിറ്റിവിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എളുപ്പമാണ്. നിങ്ങൾ ട്രെയിനിങ്ങിൽ പോയി ഒരു അരമണിക്കൂർ പോലും എടുക്കില്ല ഇത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഒരു 10 minutes നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അന്നേരം അത് മനസ്സിലാവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ നമ്മുടെ ചാനൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം സപ്പോർട്ട് വളരെ കുറവാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല, പക്ഷേ എനിക്കത് ഒരു വലിയൊരു സപ്പോർട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.